أعوذ بالله من الشيطان الرجيم الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എല്ലാവരോടുമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പോരായ്മകളൊക്കെ പുറത്തു തരികയും അവൻ്റെ മഹത്തായ ഫضل കൊണ്ട് റഹ്മത്ത് കൊണ്ട് അവൻ്റെ ഉന്നതമായ സ്വർഗത്തിൽ ഇടം നൽകിയവൻ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു രോഗശമനവും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നേരത്തെ വിട പറഞ്ഞ നമ്മുടെ സഹോദരങ്ങൾക്ക്, മാതാപിതാക്കൾക്ക് എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുകയും അവരുടെ ബർസഖി ജീവിതം അല്ലാഹു ഏറ്റവും സന്തോഷപ്രദമാക്കി മാറ്റുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് മരണ വീട് നമ്മൾ സന്ദർശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഒരാൾ മരണപ്പെട്ടു എന്നറിയുമ്പോൾ നമ്മൾ ഉടനെ ആ വീട് നമ്മൾ ലക്ഷ്യമാക്കി പുറപ്പെടുകയും നമ്മുടേതായ ചില ഇടപെടലുകൾ നമ്മളവിടെ നടത്തുകയും ചെയ്യാറുണ്ട്. ഇതിലൊക്കെ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വലിയ മാതൃകകളുണ്ട്. മഹാനായിട്ടുള്ള അബൂ സലമ റളിയല്ലാഹു അൻഹയുടെ മരണം ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം മരണപ്പെട്ടു പോയപ്പോൾ ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അബീ സലമ, അബൂ സലമയുടെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിച്ചു. വഖദ് ശഖ്ക ബസറുഹു ഫഅഗ്മലഹു, അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്ന അവസ്ഥയിലായിരുന്നു ആ സന്ദർഭത്തിൽ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅഗ്മലഹു, അദ്ദേഹത്തിന്റെ കണ്ണുകൾ അടച്ചു. പിന്നീട് സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്ന റൂഹ ഇദാ ഖുബിദ തബിഅഹുൽ ബസർ, റൂഹ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തബിഅഹുൽ ബസർ, ആ റൂഹിനെ കണ്ണുകൾ പിന്തുടരുന്നതാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സമയത്ത് ഫളജ്ജ നാസു മിൻ അഹ്ലിഹി, അദ്ദേഹത്തിന്റെ കുടുംബക്കാരിൽ ചില ആളുകൾ അട്ടഹസിച്ചു, ശബ്ദമുയർത്തിയിട്ട് എന്ത് ചെയ്തു? കരഞ്ഞു, നിലവിളിച്ചു, മുറവിളി കൂട്ടി എന്നർത്ഥം. ഫഖാല, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈർ, നിങ്ങൾക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ പ്രാർത്ഥിക്കരുത്, ഇല്ലാ ബിഖൈർ, ഖൈറിന് വേണ്ടിയിട്ടല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറഞ്ഞു. ഫഇന്നൽ മലായിക, തീർച്ചയായും മലക്കുകൾ യുഅമ്മിനൂന അലാ മാ തഖൂലൂന, നിങ്ങൾ പറയുന്നതിന് ആമീൻ എന്ന് പറയുന്നുണ്ട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഒരു മരണം നടന്നു എന്ന് പറയുമ്പോൾ, പെട്ടെന്നുള്ളൊരു മരണമൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും ആ വീടുകളിൽ പിന്നെ അട്ടഹാസങ്ങളും കരച്ചിലുകളും പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പം ആ ഒരു സന്ദർഭത്തിൽ അവിടെ ചില ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണ്. അപ്പം നമ്മൾ വീടുകളിലേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ മയ്യത്ത് കണ്ണു തുറക്കുന്ന ഒരവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ ആ കണ്ണുകൾ നമ്മൾ അടച്ചു കൊടുക്കുകയും ആ മയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വേ നിർവഹിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള സഹായം നമ്മൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാകും, അതുപോലെ തന്നെ മാറത്തടിച്ച് നിലവിളിക്കുന്ന ആളുകളുണ്ടാവും, പല രൂപത്തിലൂടെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ അവരെ സമാധാനിപ്പിക്കുകയും നല്ലതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുകയും ചെയ്യണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു തരുന്ന ഒന്നാമത്തെ സന്ദേശം. പിന്നീട് പറയുന്നത്
ഫഇന്നൽ മലായിക യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, തീർച്ചയായും നിങ്ങൾ പറയുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്, മലക്കുകള് ആമീൻ പറയുന്നുണ്ട് എന്നാണ്. ഒരു മരണ വീട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പ്രാർത്ഥനയ്ക്ക് ആത്മാർത്ഥത ഉണ്ടാകും. ഒരാൾ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന അവരുടെ ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ബന്ധുമിത്രാദികളൊക്കെ അവിടുന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് ഖുശൂ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ ഖുശൂഓടുകൂടി ഭക്തിയോടുകൂടി ഉത്തരം കിട്ടണമെന്ന പ്രതീക്ഷയോടുകൂടി ആ മയ്യിത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. നമുക്കെതിരെ പ്രാർത്ഥിച്ചാലും അതിനും ആര് ആമീൻ പറയും? മലക്കുകൾ ആമീൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ ഹദീസിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. ജീവിതത്തിന്റെ ഒരു സന്ദർഭങ്ങളിലും നമ്മൾ നമുക്കെതിരെ പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അത് എത്ര വലിയ പ്രയാസങ്ങൾ നമ്മൾ നേരിടുകയാണ് എന്നുണ്ടെങ്കിലും മരണത്തെ തേടുവാൻ മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മരണമാണ് എനിക്ക് ഹൈറ് എങ്കിൽ എന്നെ മരിപ്പിക്കുകയും ജീവിതമാണ് എനിക്ക് ഹൈറ് എങ്കിൽ എന്നെ നീ ജീവിപ്പിക്കുകയും ചെയ്യണമേ എന്നുള്ളതാണ് ആ ഒരു സന്ദർഭത്തിൽ അനിവാര്യമാണ് എന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ഒരു രീതി എന്നുള്ളത് നമ്മൾ ഹദീസിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രോഗിയെ സന്ദർശിക്കാൻ അങ്ങേറ്റം ദുർബലനായ ഒരു അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാണുന്നത്. ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ ദുർബലനായിട്ടുണ്ട്. നേരത്തെ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു വ്യക്തി ആ രൂപത്തിൽ ആരോഗ്യം ക്ഷയിച്ച് അങ്ങേറ്റത്തിന് ദുർബലമായ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് കാണുവാൻ കഴിയും. താങ്കൾ എന്തെങ്കിലും കാര്യം അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? അള്ളാഹുവിനോട് താങ്കൾ വല്ലതും ചോദിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എന്താ പറയുന്നത്? അതേ റസൂലെ, ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയുടെ രൂപം അല്ലാഹുമ്മ മാ കുൻത മുആഖിബി ബിഹി ഫിൽ ആഖിറ ഫഅജ്ജിൽഹു ലീ ഫിദ് ദുനിയ. അല്ലാഹുവേ, നീ എന്നെ അന്ത്യനാളിൽ നീ എന്നെ ശിക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, എൻ്റെ ഈ ജീവിതത്തിലൂടെ ഞാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ ചെയ്തികൾ കാരണത്താൽ എനിക്ക് പരലോകത്ത് ശിക്ഷയാണ് നീ വിധിച്ചത് എങ്കിൽ, അങ്ങനെയാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഫഅജ്ജിൽഹു ഫിദ് ദുനിയ, നീ അതെനിക്ക് ദുനിയാവിൽ തന്നേക്ക്. പരലോകത്തിൽ നീ എന്നെ ശിക്ഷിക്കുന്നതിന് പകരം ദുനിയാവിൽ നീ എന്നെ ശിക്ഷിച്ചേക്ക് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഫഖാല റസൂലുള്ളാഹ്, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തണം. അള്ളാഹു പരിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീ വിചാരിക്കുന്നത് പോലെയല്ല അള്ളാഹു എന്നതാണ് ആ അർത്ഥം. സുബ്ഹാനല്ലാഹ് എന്ന് ഖുർആൻ പരാമർശിച്ച പലയിടങ്ങളിലും എന്താണ്? അള്ളാഹുവിനെ പറ്റി ആളുകൾ തെറ്റായ ഒരു വിശ്വാസമോ തെറ്റായ സമീപനങ്ങളോ സ്വീകരിക്കുന്നിടത്തൊക്കെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെയും ഈ വ്യക്തിയുടെ മനസ്സിൽ എന്താ ഉള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് എന്നെ ശിക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ശിക്ഷ എനിക്ക് ദുനിയാവിൽ തന്നേക്ക്, എന്നിട്ട് പരലോകത്ത് നീ എന്നെ ശിക്ഷയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണേ എന്നാണ് ആ പറയുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തും ഇഹലോകത്തും പൊറുക്കുവാനും ക്ഷമിക്കുവാനും വിട്ടുവീഴ്ച കാണിക്കുവാനും കഴിവുള്ളവനാണ്, അതിന് തയ്യാറായവനാണ് എന്നുള്ള ആ ഒരു വിശ്വാസം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒരുപക്ഷെ കടന്നു വന്നിട്ടുണ്ടാകൂല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നീ വിചാരിക്കുന്നത് പോലെയല്ല, നീ കരുതുന്നത് പോലെയല്ല റബ്ബ് ദുനിയാവിനും പൊറുക്കും പരലോകത്തിനും പൊറുക്കും. അതുകൊണ്ട് നിനക്ക് ഇപ്രകാരം പറഞ്ഞുകൂടായിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. ഏതാണ് ആ പ്രാർത്ഥന? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇപ്രകാരം നിനക്ക് പ്രാർത്ഥിച്ചുകൂടായിരുന്നോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇത് ഞാൻ സാന്ദർഭികമായി ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്നത് എന്തിനായെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല. നമ്മൾ എത്ര വലിയ തിന്മകൾ ചെയ്തവരാണെങ്കിലും ഏതൊരവസ്ഥയിലാണ് എന്നുണ്ടെങ്കിലും റബ്ബിലേക്ക് തിരിഞ്ഞ് റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തി ഒന്ന് ശരിയായ രൂപത്തിലൂടെ ജീവിതം ക്രമീകരിക്കുവാൻ നമ്മൾ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാനും ഇഹത്തിനും പരത്തിനും അവന്റെ അടുക്കൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാത്തരം ശിക്ഷയിൽ നിന്നുമൊക്കെ കാത്തു രക്ഷിക്കുവാനും കഴിവുള്ളവനാണ്, അതിന് തയ്യാറുള്ളവനാണ്, അങ്ങേറ്റം നമ്മെ സ്നേഹിക്കുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എന്നതും കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു സഹാബി വര്യനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു ഹദീസിൽ വ്യക്തമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കാരണവശാലും നമുക്കെതിരെയോ നമ്മുടെ മക്കൾക്കെതിരെയോ നമ്മുടെ വാഹനങ്ങൾക്കെതിരെയോ നമ്മൾ ശാപത്തിന്റെയോ പ്രാർത്ഥനയുടെയോ രീതികൾ നമ്മൾ സ്വീകരിക്കുവാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകിച്ചും ഒരു മരണ വീട് നടന്ന
ആ ഒരു വീട്ടിൽ വെച്ചുകൊണ്ട് അബൂ സലമയുടെ കുടുംബത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി എന്നുള്ളതാണ്. മാത്രമല്ല വീണ്ടും നമുക്ക് കാണുവാൻ കഴിയും അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, അതിൽ പ്രാർത്ഥിക്കുകയാണ്, മയ്യിത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് പല തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് മരണ വീടുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. ആളുകൾ വരുന്നു, മയ്യിത്ത് കാണുന്നു, എന്നിട്ട് ആ മയ്യിത്ത് കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി കുറെ ആളുകൾ വന്ന് കുറെ ആളുകൾ യാസീൻ ഓതുന്നു. യാസീൻ പാരായണം ചെയ്തതിന് ശേഷം സൂറത്തുൽ ഇഖ്ലാസും അതുപോലെ തന്നെ സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും പാരായണം ചെയ്യുന്നു. എന്നിട്ട് ഒരു പ്രത്യേക രൂപത്തിലൂടെയുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കുന്നു. അവിടെ സംഘടിച്ചവരായിട്ടുള്ള ആളുകൾ അതിനാമീൻ പറയുകയും ചെയ്യുന്ന ഒരു രീതി നമ്മൾ കാണാറുണ്ട്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ സ്വീകരിച്ച ഒരു രീതി ഹദീസിൽ വളരെ വ്യക്തമാണ്. എന്താണ് അവിടെ ചെയ്തത് എന്നുള്ളത്? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, പിന്നെയോ വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലിഫ്ഹു ഫീ അഖ്ബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫീ ഖബരിഹി വനവ്വിർ ലഹു ഫീഹി. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പ്രാർത്ഥിച്ചത്. അപ്പോൾ നമ്മളും മയ്യിത്ത് കാണാൻ വേണ്ടി, മയ്യിത്ത് സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ എന്തിനാ ഇപ്പം മയ്യിത്ത് കാണുന്നതിൽ എന്താ പ്രാധാന്യം? ചില ആളുകൾ, ഈ അടുത്തൊരു സഹോദരി ചോദിച്ചൊരു ചോദ്യം, എനിക്ക് പരിചയം ഉള്ള ഒരാളൊന്നുമല്ല, എന്നാൽ അയൽപക്കത്ത് തൊട്ടടുത്ത ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഞാൻ അവിടെ പോകേണ്ടതുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു മയ്യിത്ത് നമ്മൾ സന്ദർശിക്കുവാൻ വേണ്ടി പോവുക എന്ന് പറഞ്ഞാൽ അവിടെ മയ്യിത്ത് നമസ്കരിക്കുക എന്നുള്ളതും മയ്യിത്തിനെ അനുഗമിക്കുക എന്നുള്ളത് മാത്രമല്ല അവിടെ ഉള്ളത്. ആ മയ്യിത്തിനെ നമ്മൾ കാണുന്ന സന്ദർഭത്തിൽ മയ്യിത്തിനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഒരു പുരുഷനാണ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു അന്യൊരു സ്ത്രീയാണെന്ന് വിചാരിക്കുക. ആ പരിസരത്തുള്ള ഒരു സ്ത്രീ, ഒരു മുസ്ലിമത്തായ ഒരു മുഅ്മിനത്തായിട്ടുള്ള ഒരു സ്ത്രീ, ഒരു മഹദി മരണപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പുരുഷൻ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ മയ്യിത്തിനെ സന്ദർശിക്കുക എന്നതിന് പകരം ആ മയ്യിത്തിന്റെ വീട് സന്ദർശിക്കുകയും ആ മയ്യിത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ്. മാത്രമല്ല ഈ പ്രാർത്ഥനയുടെ അർത്ഥം കൂടെ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. എന്താ നമ്മൾ മയ്യിത്തിനെ കാണുമ്പോൾ നമ്മൾ പറയുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്തുകൊണ്ട് പറയുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, അല്ലാഹുവേ അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണമേ. അപ്പൊ ആ വ്യക്തിയുടെ പേരറിയുമെങ്കിൽ നമുക്ക് അല്ലാഹുവേ അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണമേ എന്ന് പറയാ. ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത് പറയുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ, വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ദറജ നീ ഉയർത്തി കൊടുക്കണമേ. ഏതാണ് ആ ദറജ? അദ്ദേഹത്തിന്റെ ദറജ നീ ഉയർത്തി കൊടുക്കണമേ. മരണപ്പെട്ടു കഴിഞ്ഞു, ഇനി വീട്ടിലില്ല, ഇവിടുന്ന് പുറത്തേക്ക് പോവാൻ ബർസഖി ജീവിതത്തിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യാണ്? യാത്രയാവുകയാണ്. ആ യാത്രയിൽ അദ്ദേഹം ആരോടൊപ്പമാകണം? ആ യാത്രയിൽ ആരോടൊപ്പമാകണം? فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഫഉലൈക, അവർ ആരാണ്? അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരായിട്ടുള്ള ആളുകൾ ആരാണ്? ഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരായിട്ടുള്ള ആളുകൾ, മിനൻ നബിയ്യീന, അമ്പിയാക്കന്മാർ, വസ്സിദ്ദീഖീന, സത്യസന്ധന്മാരായിട്ടുള്ള ആളുകൾ, വശുഹദാ, രക്തസാക്ഷികളായിട്ടുള്ള ആളുകൾ, വസ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകൾ. ഈ ആളുകളൊക്കെ നേരത്തെ വിട പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾ, അമ്പിയാക്കന്മാരുണ്ട്, ഔലിയാക്കന്മാരുണ്ട്, ശുഹദാക്കളുണ്ട്. ഈ സജ്ജനങ്ങളായിട്ടുള്ള ആളുകളോടൊപ്പം അദ്ദേഹത്തിന്റെ ദറജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ എന്ന് നമ്മൾ കാണുന്ന മയ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എത്ര ആൾക്കാരെ ഈ പ്രാർത്ഥന നമ്മൾ ആലോചിക്കുക. നമ്മൾ എത്രയോ മയ്യത്തുകൾ നമ്മൾ കാണാൻ പോകുന്നില്ലേ? എത്രയോ മയ്യത്തുകൾ നമ്മൾ കണ്ടിട്ടില്ലേ സഹോദരങ്ങളെ? ഇനിയും നമ്മൾ കാണാൻ പോകുന്നില്ല ഒരുപാട് മയ്യത്തുകൾ. അതുകൊണ്ട് തന്നെ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് എന്തുണ്ട്? അവിടെ പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരും വ്യക്തിഗതമായി നമ്മൾ നിർവഹിക്കേണ്ടതാണ്. പലപ്പോഴും ഇതിന് പകരം എന്ത് ചില ആളുകൾ അത് ഏറ്റെടുക്കുകയും അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടില്ലാത്ത സൂറത്ത് യാസീനിന് പ്രാധാന്യമുണ്ട്, സൂറത്തുൽ ഇഖ്ലാസിന് പ്രാധാന്യമുണ്ട്, സൂറത്തുൽ നാസിന് പ്രാധാന്യമുണ്ട്, സൂറത്തുൽ ഫലഖിന് പ്രാധാന്യമുണ്ട്. പ്രാധാന്യമുള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാ 5 നേര നമസ്കാരങ്ങളുടെയും ശേഷം അവ നമ്മൾ പാരായണം ചെയ്യുന്നതും. ഓരോ 5 നേര നമസ്കാരങ്ങളിൽ നമ്മൾ സുബഹിയുടെയും അതുപോലെ തന്നെ മഗ്രിബിന്റെയും ഒക്കെ ശേഷമായി നമ്മൾ ആവർത്തിച്ചുകൊണ്ട് നമ്മൾ ഇത് പാരായണം ചെയ്യുന്നതിന് പ്രാധാന്യമുള്ളതാണ്.
പക്ഷേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് യാസീൻ നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ, സൂറത്തുൽ ഫലഖ് നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ, ഈ അധ്യായങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ, സഹാബാക്കൾ ആരെങ്കിലും മരണപ്പെട്ടു പോയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എല്ലാവരെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് യാസീൻ ഓതി. ഈ അധ്യായങ്ങൾ ഓരോന്നോരോന്നായി പാരായണം ചെയ്തതിന് ശേഷമുള്ള ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല, പഠിപ്പിച്ചു തന്നിട്ടില്ല. അങ്ങനെ നമ്മൾ നിർവഹിക്കുമ്പോൾ അതിന് കൂലി കിട്ടുമോ? അതിന് കൂലി കിട്ടൂല. കൂലി കിട്ടുന്നതിന്റെ പകരം എന്താ നമുക്ക് ലഭിക്കാം? ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് മനസ്സിലാക്കാൻ ഇനി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്കറിയോ, അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് നമ്മളെല്ലാം ഹൗദുൽ കൗസർ എന്ന പാനീയം നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധൃതിപ്പെട്ടു പോകുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കും ഒരു വിഭാഗം ആളുകളെ. കാരണം എന്താ അറിയോ? ലക്ഷണങ്ങൾ കൊണ്ട് മുഅ്മിനീങ്ങളാണവർ, ലക്ഷണങ്ങൾ കൊണ്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തീങ്ങളാണവർ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹലുമ്മോ ഇലാ ഹാജത്തിക്കും, ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാടി വിളിക്കുമെന്നാണ്. കാരണം എന്താ? അവരുടെ കൈകാലുകൾ പ്രകാശിതമായിട്ടാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. കാരണം അവർ വുളു എടുത്തിരുന്നു, നമസ്കരിച്ചിട്ടുണ്ടായിരുന്നു. വുളുവിന്റെ അവയവങ്ങൾ അങ്ങേയറ്റം പ്രകാശപൂരിതമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും മഹ്ശറയിൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രത്യക്ഷപ്പെടുക. നമ്മുടെ ഐഡന്റിറ്റി ഏതാണ്? പക്ഷേ ആ ഐഡന്റിറ്റി ഉണ്ടായിട്ട് പോലും, ലക്ഷണങ്ങൾ ഉണ്ടായിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഭാഗം റസൂലിന്റെ അടുത്തേക്ക് വരുന്നില്ല. ഹൗദുൽ കൗസർ എന്ന പാനീയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാടി വിളിക്കുമ്പോൾ അവർക്ക് നബിയുടെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല. അങ്ങനെ വിളിക്കും, ഇതാ ഞാൻ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ടേക്ക് നിങ്ങൾ വന്നുകൊള്ളൂ എന്ന് പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നറിയോ? നബിയുടെ അടുത്തേക്ക് വരുന്ന ആളുകൾക്കിടയിൽ എന്ത് ചെയ്യും? മറയിടും. അവർക്ക് നബിന്റെ അടുത്തേക്ക് വരാൻ കഴിയില്ല. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ വിളിക്കുകയാണ്. എന്താ പറയുന്നത്? ഉമ്മത്തി ഉമ്മത്തി, അല്ലാഹുവേ എൻ്റെ ഉമ്മത്താണവർ, എൻ്റെ ഉമ്മത്താണവർ, എൻ്റെ വിഭാഗമാണവർ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക. അവർ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുക എന്നാ പറയുന്നത്. ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, എന്താ പറയണറിയോ? ഫഇന്നക ലാ തദ്രീ മാ അഹ്ദസു ബഅദക, നിനക്കറിയില്ല, താങ്കൾക്കറിയില്ല, മാ അഹ്ദസു ബഅദക, നിന്റെ കാലശേഷം എന്താണവർ ദീനിൽ കടത്തിക്കൂട്ടിയത് എന്ന് നിനക്കറിയില്ല എന്ന് പറയും. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ എന്നാലും എന്നല്ല പറയണേ, എന്നാലും റബ്ബേ നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തതല്ലേ എന്നല്ല പറയണേ. പിന്നെന്താ പറയണേ? മാറിപ്പോകൂ, ദൂരെ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആട്ടുന്ന പറഞ്ഞേ. എന്താ സഹോദരങ്ങളെ, നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ഒരു കാര്യം ദീനിനില്ലാത്തത്, അത് മരണ വീടാണെങ്കിലും അത് വിവാഹത്തിന്റെ സദസ്സാണെങ്കിലും ഏത് സന്ദർഭങ്ങളിലാണെങ്കിലും നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ദീനിയായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രത്യേകമായ രൂപവും ഭാവവും നൽകി അത് സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചാൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കൂല. അത് എത്ര വലിയ താടിയുള്ള ആളാണെങ്കിലും, എത്ര വലിയ തലപ്പാവുള്ള ആളുകളാണെങ്കിലും, എത്ര മനോഹരമായ രൂപത്തിൽ, ആകർഷണീയമായ രൂപത്തിൽ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അവരും അവരുടെ അനുയായികളും അല്ലാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിഭാവനമായ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ എന്ന പാനീയം വിലക്കപ്പെടുകയും അല്ലാഹുവിന്റെ റസൂലിന്റെ ആഠലിന് വിധേയമാവുകയും ചെയ്യുന്ന ആളുകളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഞാനിത് ഈ രൂപത്തിൽ ഇങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ? ഇതൊക്കെ കണ്ടുകൊണ്ട ആളുകൾ പലപ്പോഴും നമ്മൾ വിലയിരുത്താറുള്ളത്. പക്ഷെ നമ്മളെവിടെയാണ്? നമ്മൾ ആലോചിക്കണം, ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടുണ്ടോ? മയ്യത്ത് കാണുമ്പോൾ മയ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നെങ്കിലും ഈ പ്രാർത്ഥനകൾ നമ്മൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മയ്യത്ത് കാണാൻ വേണ്ടിയിട്ട്, ജനാസ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മൾ ഈ രൂപത്തിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണ്? അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുവേ അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണമേ. വർഫഅ ദർജതഹു, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ പദവി നീ ഉയർത്തണമേ. ഇനിയും നമുക്ക് കാണുവാൻ കഴിയും എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്? വഖ്ലുഫുഹു ഫി അഖ്ബിഹി ഫിൽ ഗാബിരിൻ, അവശേഷിക്കുന്നവരിൽ അല്ലാഹുവേ അദ്ദേഹത്തിന് നീ നല്ല പിൻഗാമിയെ വെച്ച് കൊടുക്കണമേ. അവശേഷിക്കുന്നവരിൽ നല്ല പിൻഗാമിയെ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ നാഥനായിരിക്കും മരിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ മക്കളായിരിക്കും, ആ കുടുംബത്തിന്റെ അത്താണിയായിരിക്കും മരണപ്പെട്ടു പോയിട്ടുണ്ടാവുക, അതല്ലെങ്കിൽ സന്താനങ്ങളായിരിക്കാം. പക്ഷേ അതിൻ്റെ ശേഷം അല്ലാഹു അവർക്ക് അതിനേക്കാളും, ഇപ്പോൾ അവർക്കുണ്ടായിരുന്നതിനേക്കാളും നല്ല ഒരു അവസ്ഥ ആ കുടുംബത്തിന് നീ പ്രദാനം ചെയ്യണമേ എന്നതാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലേ?
ചില വീടുകൾ സന്ദർശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അടിഞ്ഞിപ്പോ ആരപ്പാ വീട്ടിലുണ്ടാവുക, ആരാ കുട്ടികളെ നോക്കുക, ആരാ കുട്ടികൾക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുക, ആരാണ് അവരുടെ കാര്യങ്ങൾ ചോദിക്കൂലേ, നമ്മുടെ മനസ്സ് പറയില്ലേ? എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ മനോഹരമായ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുക, അവശേഷിക്കുന്നവരിൽ അദ്ദേഹത്തിന് നല്ല ഒരു പിൻഗാമിയെ നീ വെച്ചു കൊടുക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. വഗ്ഫിർ ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണേ, ഞങ്ങൾ ഇതുപോലെ പോവാനുള്ളവരാ, ഞങ്ങൾക്ക് പുറത്തു തരണമേ. മാത്രമല്ല വലഹു യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവേ അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണമേ. വഫ്സഹ് ലഹു ഫീ ഖബരിഹി, അദ്ദേഹത്തിന്റെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണമേ. വനഫിർ ലഹു ഫീ ഖബരിഹി, അദ്ദേഹത്തിന്റെ ഖബറിൽ നീ പ്രകാശം നിറയ്ക്കണമേ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമയുടെ ആ ജനാസ സന്ദർശിക്കുകയും ആ സന്ദർശന വേളയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ നമ്മൾ മയ്യിത്തിനെ നമ്മൾ സന്ദർശിക്കുവാൻ വേണ്ടി പോകുമ്പോൾ ആ മയ്യിത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രാർത്ഥന പഠിക്കുക. അർത്ഥസഹിതം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അറബിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അർത്ഥം അറിയില്ല, വെറും ഒരു ഒച്ചപ്പാടാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കുന്നതല്ലേ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ അല്ലാഹു അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കും, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നല്ലൊരു പ്രതിനിധിയെ നിശ്ചയിച്ചു കൊടുക്കും. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ നീ സ്വർഗ്ഗ പൂങ്കാവനമാക്കി മാറ്റും, ആ ഖബറിനെ നീ പ്രകാശപൂരിതമാക്കി മാറ്റണമേ എന്നിങ്ങനെ നമുക്ക് നമ്മൾ ആശയം മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായി മയ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ മുഴുവനും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു കാര്യം കൂടെ അതിലേക്ക് ചേർത്ത് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ രീതിയിലൂടെയാണ് മരണം നടന്നിട്ടുള്ള വീട്ടിലുള്ള ആളുകളെ സമാധാനിപ്പിച്ചിട്ടുള്ളത്. അതിലൊന്ന്, ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് മറ്റു സന്ദർഭത്തിൽ നമുക്ക് പറയാം. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം. അദ്ദേഹം മരണപ്പെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇസ്നഉ ലിആലി ജഅഫറിൻ ത്വആമൻ. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോളൂ. ഫഖദ് അതാഹും മാ യശ്അലുഹും, അവർക്ക് ആ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള വിഷയത്തിൽ നിന്നും ശുഗലിലാക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്, ആ കുടുംബത്തിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൂ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ വീടുകളിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ മരണം നടന്നു കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് തഅസിയത്ത് എന്നുള്ള രീതിയിൽ അവർക്ക് 3 ദിവസമാണ്. ആ 3 ദിവസവും ആ വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല. ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മൾ സമ്മതിക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരാളും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എങ്കിൽ അവർ ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും. അതേ സമയത്ത് ഒരു കുടുംബത്തിൻ്റെ, എൻ്റെ അയൽവാസിയാണ് മരണപ്പെട്ടു പോയത് എങ്കിൽ ഞാനും അതുപോലെ തന്നെ ആ മരണപ്പെട്ടു പോയ വീട്ടിലല്ലാത്തവരായ, ആ കുടുംബമല്ലാത്തവരായ അയൽവാസികളുടെയും ബാധ്യതയാണ് ആ 3 ദിവസങ്ങളിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്, അവരെ സമാധാനിപ്പിക്കുക എന്നുള്ളത്, അവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പറഞ്ഞത്. മാത്രമല്ല, ആ വീട് നമ്മൾ സന്ദർശിക്കണം. മറ്റുള്ള ആളുകൾ, അകലെയുള്ള ആളുകളാണെങ്കിൽ ആ വീട്ടിലേക്ക് നമ്മൾ അവർ സന്ദർശിക്കണം. ആ വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവർക്ക് വിഭവങ്ങൾ കൊണ്ടുപോകാം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെ ഉള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാം. എന്നാൽ ആ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് മിഠായികൾ വാങ്ങിക്കൊടുക്കാൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള ഹദിയകൾ കൊടുക്കാൻ, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരും. അതേ സമയം മരണം നടന്ന വീട്ടിൽ പലപ്പോഴും നമ്മൾ കാണാറുള്ളത്, നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര മനോഹരമാണ് ഇസ്ലാമിൻ്റെ ഓരോ വശങ്ങളും. മരണം നടന്നു കഴിഞ്ഞ് മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയിച്ച് കബറടക്കിയതിന് ശേഷം വീട്ടിലേക്ക് വന്നാൽ ആ വീട്ടിൽ ചർച്ചയാണ്. ആ ചർച്ചയിൽ എന്താണുള്ളത്? മറ്റന്നാൾ കഴിഞ്ഞ് 3-ന്റെ അന്ന് എന്തുണ്ടാക്കണം, ഭക്ഷണം ഏതാ ഉണ്ടാക്കേണ്ടത്? ബിരിയാണി ഉണ്ടാക്കണോ, നെയ്ച്ചോറ് ഉണ്ടാക്കണോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കണോ, എത്ര ആളുകളെ വിളിക്കണം, ആരൊക്കെ വിളിക്കണം? ആരാ സഹോദരങ്ങൾ ഇത് പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. ഈ പാവപ്പെട്ടവരായിട്ടുള്ള കുടുംബത്തിന് ഈ കാര്യങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ആ ഒരു സമയത്ത് പോലും ആ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സാമ്പത്തികമായ ചെലവുകളായിരിക്കും പലപ്പോഴും ആ വീടുകളിൽ ഉണ്ടാവാറുള്ളത്. ഇതൊന്നും അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം
എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, മലയാളത്തിൽ ഖുതുബകൾ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ രൂപത്തിലുള്ള മരണങ്ങൾ നടക്കുമ്പോൾ യഥാർത്ഥ സുന്നത്ത് എന്താണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അത് നമ്മൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതും. അത് പാടില്ല എന്ന് പറയുമ്പോൾ പാടുള്ളത് ഏതാണ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ ഇടപെടലുകളിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അതല്ലാതെ ഈ മൂന്നിൻ്റെ അന്നത്തെ അതിൻ്റെ അപകടവും നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എല്ലാവരുടെയും മനസ്സിൽ എന്താ ഇപ്പോൾ കുറേ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതല്ലേ, കുറേ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നതല്ലേ, കുറേ ആളുകൾ പ്രാർത്ഥിക്കുന്നതല്ലേ, കുറേ ഖുർആനല്ലേ ഇവിടെ പാരായണം ചെയ്യും, എല്ലാം നല്ലതല്ലേ, നല്ലതല്ലേ, നല്ലതല്ലേ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടില്ല, സഹാബാക്കൾ ഇത് പഠിപ്പിച്ചു തന്നിട്ടില്ല. 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ടോ? നമ്മൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പാടെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്, അത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കഠിനമായി നമ്മൾ പരിശ്രമിക്കുക, പഠിക്കുക. ആ പഠനവുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ വഴി തീർച്ചയായും നമുക്ക് കാണിച്ചു തരും. റഹ്മുർ-റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഹിദായത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അഭിപ്രായ ഭിന്നതയിൽ ഏതാണ് ഹക്ക് എന്ന് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുമ്പോൾ ആ ഹക്കിൽ അല്ലാഹു നമ്മെ ഇവരെയും ഒരുമിപ്പിച്ച് കൂട്ടുമാറാവട്ടെ. വലത് കയ്യിൽ കർമ്മരേഖ ലഭിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് സമയത്ത് മരണം വരിക്കുമ്പോഴും ഈമാനോടുകൂടി പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ടുള്ള മരണം അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഖബറിനെ നമ്മുടെ വീട്ടിലുള്ളതിനേക്കാളും നമ്മുടെ കുടുംബത്തിലുള്ളതിനേക്കാളും സുഖവും സന്തോഷവും ഉള്ള അനുഭവമാക്കി നമ്മുടെ ഖബർ ജീവിതത്തെ അല്ലാഹുവേ നീ മാറ്റണമേ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കടങ്ങൾ വീട്ടുവാനുള്ള സാമ്പത്തികമായ ഭദ്രതയും ബറക്കത്തും അല്ലാഹുവേ നീ പ്രദാനം ചെയ്യണമേ. രോഗികളായ ആളുകൾക്ക് രോഗശമനവും ആശ്വാസവും പ്രദാനം ചെയ്യണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ 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 برحمتك يا أرحم الراحمين. اللهم صل وسلم على نبينا محمد.